ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ എന്നെ സഹായിച്ച 3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ഞാൻ എന്റെ ബുദ്ധിമുട്ടുകളുടെ തുടക്കങ്ങളിലെല്ലാം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, വൈ മീ? എന്തുകൊണ്ട് ഞാൻ? എന്റെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ എന്തുകൊണ്ട് ഞാൻ ഇതിലൂടെയെല്ലാം കടന്നു പോകേണ്ടിയിരിക്കുന്നുവെന്ന്. പിന്നീട് ഈശോയുമായിട്ടുള്ള നിരന്തര സംഭാഷണത്തിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈശോ എന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു തുടങ്ങി, ഈശോയെ, അങ്ങയുടെ കുരിശിനോടൊപ്പം എന്റെ കുഞ്ഞു കുരിശുകൾ താങ്ങാനുള്ള ശക്തി എനിക്ക് നൽകുന്നതിന്, അതിനുവേണ്ടി എന്നെ നീ തിരഞ്ഞെടുത്തതിന് ഈശോയെ അങ്ങേക്ക് നന്ദി എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ നമ്മുടെ ആ ഒരു സഫറിങ്സ്, ബുദ്ധിമുട്ടുകളെല്ലാം സ്തുതികളായിട്ട് സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹ മഴ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കും. അതോടൊപ്പം രോഗീ സൗഖ്യവും നമ്മുടെ ശരീരത്തിൽ നടക്കും. രണ്ടാമതായിട്ട്, കൂദാശ ജീവിതമാണ് എന്നെ ഏറ്റവും അധികം സഹായിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം, രോഗീ ലേപനം, ഈ ഒരു 3 കൂദാശകളാണ് പ്രത്യേകമായിട്ട് അടിക്കടി സ്വീകരിക്കുവാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചത്. അതിനുള്ള സാഹചര്യങ്ങളും ദേവാലയവും പുരോഹിതരെയും എല്ലാം ദൈവം അനുവദിച്ചു നൽകി എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത്. നമ്മൾക്ക് സ്വർഗത്തിൽ നിന്ന് ഈശോയുടെ കൃപ വർഷിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ അരുവികളാണ്, അല്ലെങ്കിൽ ചാനലുകളാണ് വിശുദ്ധ കൂദാശകൾ. അപ്പൊ ആ കൂദാശകളിലൂടെയാണ് അനന്തമായിട്ടുള്ള അനുഗ്രഹങ്ങളും രോഗീ സൗഖ്യവും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നത് എന്ന സത്യം ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട്, ഈശോ മിശിഹായാകുന്ന വചനമാണ്. വചനം ഈശോ മിശിഹായാണ്, ത്രിത്വൈക ദൈവത്തിലെ ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വചനത്തെ പൂർണ്ണമായിട്ടും സ്നേഹിക്കാനായിട്ട് നമുക്ക് പറ്റും. ഡാനിയേലച്ചൻ എപ്പോഴും പറയുന്നത് പോലെ, വചനം നാം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. അങ്ങനെ ഒരു സത്യവിശ്വാസത്തോടുകൂടി വചനത്തെ കണ്ടു കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് വചനത്തോടൊപ്പം ജീവിച്ചു കഴിഞ്ഞാൽ വചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കും. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ രോഗീ സൗഖ്യ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമഴയായിട്ട് മാറും. ഇത്രയും കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം നൽകാനുള്ള വഴികളായിട്ട് ഉപയോഗിച്ചത്. അടുത്ത ഒരു വീഡിയോയിൽ വിശ്വാസ ജീവിതത്തിലെ പങ്കുവെക്കലുമായിട്ട് നമുക്ക് കാണാം. എല്ലാ മഹത്വവും നമ്മുടെ ഈശോ മിശിഹായ്ക്ക് മാത്രം. ആമേൻ.